വെൽക്കം ടു റേഡിയൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റൊട്ടേഷൻ എന്താണെന്നും റൊട്ടേഷൻ കാരണം നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെവല്യൂഷനെ പറ്റിയാണ്. അപ്പോൾ റെവല്യൂഷൻ എന്നാൽ എന്താണെന്നും റെവല്യൂഷൻ കാരണം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണിത്, അല്ലേ? മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ പഠിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ നോക്കടാ, എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനെ ചുറ്റി ഭൂമി എന്ത് ചെയ്യുന്നു? കറങ്ങി വരുന്നു. ഈ കറങ്ങി വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്തായിരിക്കും? ഈ നടുക്ക് കാണുന്നതാണ് സൂര്യൻ, ഈ കാണുന്നതാണ് ഭൂമി. സൂര്യനെ ഭൂമി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ചുറ്റി വരുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു രീതി എന്തായിരിക്കും? ഇങ്ങനെ ഒരു വട്ടത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു സർക്കിളിലായിരിക്കും ഈ പറയുന്ന ഭൂമി സൂര്യനെ ചുറ്റുന്നതെന്ന്. എങ്കിൽ സത്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യനെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റി വരുന്നത് ഇതാ ഈ കാണുന്ന ഒരു ഷേപ്പിലാണ്. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഭൂമി സൂര്യനെ ചുറ്റി വരുന്നത്. അങ്ങനെ ഭൂമി സൂര്യനെ ഒരു ഫിക്സഡ് ആയ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റി വരുന്ന ഈ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് റെവല്യൂഷൻ. എന്താണ് റെവല്യൂഷൻ? അപ്പോൾ നിങ്ങൾ പറഞ്ഞേടാ, റെവല്യൂഷൻ എടുക്കാൻ വേണ്ട സമയം എത്രയാണ്? 365 ദിവസവും 6 മണിക്കൂറും കൊണ്ടാണ് നമ്മുടെ ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റി വരുന്നത്. പറഞ്ഞേ, 365 ദിവസവും 6 മണിക്കൂറും. അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂർ. അപ്പോൾ 24-ൽ 6 എന്ന് പറയുന്നത് കാൽ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മറ്റൊരു രീതിയിലും എഴുതും. 365 ദിവസവും അല്ലെങ്കിൽ 365 ദിവസം കൊണ്ടാണ് സൂര്യനെ ഭൂമി ചുറ്റി വരുന്നത്. ഈ കാൽ അല്ലെങ്കിൽ 1/4 എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ 6 മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1/4 മണിക്കൂറിന് തൽക്കാലം ഒഴിവാക്കിയിട്ട് നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് 365 ദിവസമാണ്. പക്ഷേ ഈ പറയുന്ന 6 മണിക്കൂറിനെ അങ്ങ് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം 6 മണിക്കൂർ 4 തവണ ചേരുമ്പോൾ 24 മണിക്കൂറാകും. അതൊരു ദിവസമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കൂടുമ്പോൾ ഈ 6 മണിക്കൂറിനെ 4 തവണ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം എത്ര കിട്ടും? 24 കിട്ടും. ഈ 24 എന്ന് പറയുന്നത് ഒരു ദിവസമല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? 4 വർഷം കൂടുമ്പോൾ ഈ വരുന്ന എക്സ്ട്രാ വരുന്ന 6 മണിക്കൂറിനെ കൂട്ടി ഒരു ദിവസമാക്കി ആ ഒരു ദിവസത്തെ നമ്മൾ വർഷത്തോടൊപ്പം ആഡ് ചെയ്യും. എവിടെ ആഡ് ചെയ്യും? നമുക്കറിയാം മാസങ്ങളിൽ ഏറ്റവും ദിവസം കുറഞ്ഞ മാസം ഫെബ്രുവരി മാസം, 28 ദിവസം. അപ്പോൾ ആ 28 ഫെബ്രുവരിയിൽ 4 വർഷം കൂടുമ്പോൾ ഈ ഒരു ദിവസത്തിന് ആഡ് ചെയ്യും. അപ്പോൾ ആ വർഷം വന്ന മൊത്തം ദിവസങ്ങളുടെ എണ്ണം 366 ദിവസമായിട്ട് മാറും. അങ്ങനെ വരുന്ന വർഷങ്ങളെ വിളിക്കുന്ന പേരാണ് ലീപ്പ് ഇയർ. എന്താണ്? ലീപ്പ് ഇയർ. അതിവർഷം എന്ന് മലയാളത്തിൽ പറയുന്നു തോന്നുന്നു. ആ വർഷത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ വർഷത്തിൽ മാത്രം ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ ഉണ്ടാകും. ഇതും നമുക്കറിയാം. റെവല്യൂഷനായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റിൽ ഒന്നാമത്തെ പോയിന്റാണ് പറഞ്ഞേ, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റി വരുന്നു. ഓക്കെ, ഭൂമി സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നു, അത് ശരിയാണ്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? സൂര്യനെ ഒരു ഫിക്സഡ് ഓർബിറ്റിൽ ചുറ്റി വരുന്നു. ഈ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് റെവല്യൂഷൻ. റെവല്യൂഷന് വേണ്ട സമയം 365 ദിവസം. അതിൽ നമ്മൾ 365 എടുക്കുന്നുള്ളൂ. 1/4 ദിവസത്തെ 4 കൊല്ലം കൂടുമ്പോൾ കൂട്ടിയിട്ട് ഫെബ്രുവരി മാസത്തിൽ 29-ാം തീയതിയാക്കി എടുക്കുന്നു. ആ വർഷങ്ങളെ വിളിക്കുന്ന പേര് ലീപ്പ് ഇയർ. ആ പ്രത്യേകത, ആ ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസം ഉണ്ടാകും? 29 ദിവസം ഉണ്ടാകും. ബേസിക് ആയ കാര്യം എല്ലാവർക്കും ഓക്കെയാണ്.
അങ്ങനെയാണെങ്കിൽ ഇനിയാണ് കൺഫ്യൂഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നോക്കടാ, ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന എന്ത് പാത്ത് എന്നാണ് പറഞ്ഞത്? ഒരു എലിപ്റ്റിക്കൽ പാത്ത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, അല്ലെ ഒരു കോഴിമുട്ടയുടെയൊക്കെ ഏതാണ്ട് ഒരു ഷേപ്പ് പോലെ ഇല്ലേ? ഇനി നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇപ്പോൾ ഇവിടെയാണ് ഭൂമി ഇരിക്കുന്നതെന്ന് വിചാരിച്ചേ. ഇപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരവും ഇവിടെ ഭൂമി ഇരിക്കുമ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരവും ഒരുപോലെയാണോ? ഒരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ? കുറച്ചുകൂടി നന്നായിട്ട് ഈ പിക്ചർ നോക്കുമ്പോൾ കിട്ടും. ഇത് ഭൂമി 4 പൊസിഷനിൽ ഇരിക്കുന്നതാണ്. 4 ഭൂമിയൊന്നുമില്ല, നമ്മുടെ ഒരു ഭൂമി തന്നെ എന്ത് ചെയ്യാണ് 4 തവണ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി തൊട്ട് സൂര്യൻ വരെയുള്ള ദൂരം ഇവിടെ കുറവായിട്ടും എന്നാൽ ഇവിടെ കൂടുതലായിട്ടും തോന്നുമല്ലോ? തോന്നും. നമ്മുടെ ജനുവരി മാസത്തിലാണ് ഈ പൊസിഷനിൽ ആര് വരുന്നത്? ഭൂമി വരുന്നത്. ഈ പറയുന്ന ജൂലൈ മാസത്തിലാണ് ഈ പൊസിഷനിൽ ഭൂമി വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു വർഷത്തിനപ്പോൾ ഈ ഒരു തവണ കറങ്ങി വരുമ്പോഴാണല്ലോ ഒരു വർഷമാകുന്നത്. ഒരു വർഷത്തിൽ ഒരു തവണ ഭൂമി സൂര്യൻ്റെ അടുത്തായിരിക്കും, മറ്റൊരു ദിവസം ഭൂമി സൂര്യനിൽ നിന്ന് എന്തായിരിക്കും? അകലെയായിരിക്കും. അപ്പോൾ ഞാൻ കോഡ് പോലെ ഓർത്ത് വെച്ചേക്കുന്ന ഭൂമി സൂര്യനിൽ നിന്ന് അകലെയാകുന്നത് അപ്പ് ഹീലിയൻ എന്ന് പറയും. എന്ത് പറയും? അപ്പ് ഹീലിയൻ എന്ന് പറയും. ഭൂമി സൂര്യനും അടുത്തിരിക്കുന്നതിന് അടുത്ത് വരുന്നതിന് നമ്മൾ ഹിന്ദി, നിങ്ങളെല്ലാവരും ഹിന്ദി പഠിക്കുന്നതല്ലേ, അടുത്ത് വരുന്നതിന് പാസ് ആവോ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊരു പായില്ലേ, ആ പായിൽ നിന്ന് എന്ത് ഓർത്ത് വെച്ച് വയ്ക്കുക? പെരി ഹീലിയൻ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സൂര്യനും ഭൂമിയും അടുത്ത് വന്നാൽ, പാസ് ആയാൽ എന്ത് പറ്റും? അത് പെരി ഹീലിയൻ. ഭൂമിയും സൂര്യനും അകലെയായാൽ, ഫോർ അകലെ, അപ്പോൾ അടുത്തുമായാണ് എന്ന് വെച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. അകലെയായാൽ അത് അപ്പ് ഹീലിയൻ. അപ്പോൾ ഭൂമിയും സൂര്യനും അകലെയായാൽ അപ്പ് ഹീലിയൻ, അടുത്ത് വന്നാൽ പെരിഹീലിയൻ. അകലെയായാൽ അപ്പ് ഹീലിയൻ, അടുത്ത് വന്നാൽ പെരിഹീലിയൻ. ഇതാ കണ്ടോ, നോക്കിയേ. സിൻസ് ദ എർത്ത് ഓർബിറ്റ് ഈസ് എലിപ്റ്റിക്കൽ, അല്ലേ? ഭൂമിയുടെ ഓർബിറ്റ് എന്താണ്? എലിപ്റ്റിക്കൽ. ഞാൻ എഴുതിയ എലിപ്റ്റിക്കൽ ഒരു എല്ല് കുറവുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ദെയർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ, അല്ലേ? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഭൂമിയും സൂര്യനും വരുന്നത് ഏതാണ്ട് 147 മില്യൺ കിലോമീറ്റർ ദൂരമാണ്. ആ ദിവസത്തെയാണ് അടുത്ത് വന്നു പാസ്സായപ്പോൾ പെരിഹീലിയനായി. എന്തായി? പെരിഹീലിയനായി. ഏത് മാസമായത്? ജനുവരി മാസത്തിലാണ്. ഏതാണ്ട് ജനുവരി 3-ാം തീയതിയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. എന്നാൽ മറ്റൊരു ദിവസം ഈ പറയുന്ന ജൂലൈ മാസത്തിൽ എന്തായിരിക്കും? ജൂലൈ 4-ാം തീയതി. ദിലീപിൻ്റെ ഒരു സിനിമയുണ്ട് അല്ലേ, ജൂലൈ 4 എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ പറയുന്ന ദൂരം എത്രയായിരിക്കും? 152 മില്യൺ കിലോമീറ്റേഴ്സ് ആയിരിക്കും ഈ കാണുന്നത്. എന്തായിരിക്കും? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലായിരിക്കും. ആ ദിവസത്തെ നമ്മൾ അപ്പ് ഹീലിയൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അപ്പ് ഹീലിയൻ. ഉച്ചാരണത്തിൽ നിങ്ങൾക്കുള്ള വ്യത്യാസം ഉണ്ടാവും. ഞാൻ സാധാരണ മലയാളം പറഞ്ഞു പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിനെ കൂട്ടി വായിക്കുന്നത് അപ്പ് ഹീലിയൻ എന്നാണ്, മറ്റൊന്നെ വിളിക്കുന്നത് പെരിഹീലിയൻ എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് ഓക്കെ ആണല്ലോ. അടുത്തിരിക്കുന്നത് അപ്പ് ഹീലിയൻ എന്ന് പഠിച്ചു വയ്ക്കരുത്. അടുത്തിരിക്കുന്നത് പെരിഹീലിയൻ ആണ്. ഓക്കെ, അകലെയുള്ളതാണ് അപ്പ് ഹീലിയൻ എന്ന് പറയുന്നത്. അകലെയുള്ളതാണ് അപ്പ് ഹീലിയൻ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓർത്താൽ മതി. അടുത്ത് വരുന്നത് നമ്മൾ ഹിന്ദിയാണ് പറയുന്നത്. അടുത്തൊരു മൊത്തം ഹിന്ദിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ്? പാസ് വന്നപ്പോൾ പെരിഹീലിയൻ. അകലെ അങ്ങ് ദൂരെ ആയപ്പോഴാണ് എന്ത്? അപ്പ് ഹീലിയൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അടുത്തോട്ടാണോ നമ്മളെ നോക്കിയിട്ടാണോ നമ്മൾ അപ്പ് എന്ന് പറയുന്നത്? അല്ലല്ലോ, എന്താണ് മറ്റൊരു നോക്കിയിട്ട്. അപ്പോൾ ദൂരെയാണ് എന്ത്? അപ്പ് ഹീലിയൻ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. ഓക്കെയാണ്. ഇത്രയും കാര്യം ഓക്കെയാണോ? ട്വിസ്റ്റ് തുടങ്ങുന്നത് ഇനിയാണ്. ഇതുവരെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. ഇനി ഞാൻ പറയുന്നതിലാണ് കൺഫ്യൂഷൻ വരുന്നത്. അതാണ് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത്. ഇനി എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, നമുക്ക് തൽക്കാലം അപ്പ് ഹീലിയനെയും പെരിഹീലിയനെയും ഒക്കെ എന്ത് ചെയ്യാം? അങ്ങ് മറന്നു വയ്ക്കാം. അയ്യോ, അപ്പോഴത്തേക്ക് നമ്മുടെ സൂര്യനും ഭൂമിയൊക്കെ പോയി. അപ്പോൾ സൂര്യനെയും ഭൂമിയൊക്കെ നമുക്ക് തിരിച്ചിവിടെ വരച്ച് വയ്ക്കണം ആവശ്യമുള്ളവരാ. അപ്പോൾ നോക്കിയോ, നമുക്ക് തൽക്കാലം ആരെയൊക്കെ മറക്കാം? അപ്പ് ഹീലിയനെയും പെരിഹീലിയനെയൊക്കെ ജൂലൈയും ജനുവരിയൊക്കെ അങ്ങോട്ട് മറന്നിട്ട് നമുക്ക് ആരിലോട്ട് വരാം? നമ്മുടെ സൂര്യൻ്റെ ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു നല്ല പനിയാണ്, അതുകൊണ്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും പോയി. എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത്. നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടി സിൽവർ പ്ലേ ബട്ടണൊക്കെ ആയി കഴിയുമ്പോൾ വേണം എനിക്ക് എന്ത് ചെയ്യാൻ. ഈ വലിയ ബോർഡുണ്ടല്ലോ, ഈ വലിയ പ്ലാറ്റ്ഫോമിലുള്ളവർ പഠിപ്പിക്കുന്ന പോലത്തെ ബോർഡ് എനിക്ക് വാങ്ങണം കേട്ടോ. ഞാൻ വില നോക്കിയപ്പോഴത്തേക്കും ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാധാരണ ബഡ്ജറ്റ് കൊണ്ട് അതൊന്നും താങ്ങത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ശ്രദ്ധിച്ചോടാ, എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞേ?
ഭൂമി സൂര്യനെ എലിപ്റ്റിക്കൽ, ഈ എല്ലുണ്ട്, ഞാൻ നേരത്തെ എഴുതിനകത്ത് ഒരു എല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി സാറിൻ്റെ എല്ലില്ല എന്നും പറഞ്ഞുകൊണ്ട് വരരുത്, എലിപ്റ്റിക്കൽ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റി വരുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. പക്ഷേ സൂര്യനെ ചുറ്റി വരുമ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്വയം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എങ്ങനെയായിരിക്കും നോക്കടാ. ഇതുപോലെ കണ്ടോ, ഇതാണ് നമ്മുടെ ഭൂമിയുടെ ആക്സിസ്. എന്താണ് ആക്സിസ് എന്നൊക്കെ ഉള്ളത് ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസിന് ചുറ്റും ഇങ്ങനെ ഭൂമി ചുറ്റിക്കൊണ്ട്, അല്ലേ, ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നമ്മുടെ സൂര്യന് കറങ്ങി വരുന്നതായിട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് വരുന്നത്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സൂര്യനെ ഭൂമി ചുറ്റി വരുന്നുണ്ട്, ചുറ്റി വരുന്ന സമയം ഭൂമി സ്വയം ചുറ്റുന്നുമുണ്ട്. പക്ഷേ ഭൂമി സ്വയം ചുറ്റുന്ന ആക്സിസ് ഇരിക്കുന്ന പൊസിഷനിലാണ് പ്രശ്നം. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ നേരെ വെർട്ടിക്കലായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഭൂമി ചുറ്റി വരുന്നത്. പക്ഷെ കഴിഞ്ഞ ക്ലാസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഭൂമി ചുറ്റുന്നത് സ്വയം എങ്ങനെയല്ല, ഇങ്ങനെ നേരെയല്ല, മറിച്ചൊരല്പം ചരിഞ്ഞിട്ടാന്ന് പറഞ്ഞു. താഴത്തെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കണ്ടോ, എവിടെ നോക്കിയേ ഈ പറയുന്ന ആക്സിസ് ഒരല്പം ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കിയേ, ഭൂമി കറങ്ങുന്ന സമയം അത്രയും ഈ ചരിവ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ്, ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന സമയം അത്രയും ഭൂമിയുടെ ആക്സിസ് എങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് കരുതുന്ന പോലെ ഇങ്ങനെ വന്നിട്ട്, അല്ലെ, നേരെ വന്നിട്ട് ഇങ്ങനെ കടന്ന് ചുറ്റി അല്ല പോകുന്നത്. പകരം എന്താണ്, നമ്മുടെ ശക്തിമാൻ അല്ലെങ്കിൽ പമ്പരം നേരെ ചുറ്റുന്ന പോലെ അല്ല, മറിച്ചൊരല്പം ചരിഞ്ഞിട്ടാണ്. ഇനി ചുറ്റുന്ന സമയം അത്രയും ഈ ചരിവ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചുറ്റുന്ന സമയം അത്രയും ഈ ചരിവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കും, പാരലലിസം എന്ന് വിളിക്കും. എന്ത് വിളിക്കും, പാരലലിസം. ഓക്കെ, പെന്നിൻ്റെ കട്ടി കുറച്ച് കൂടിപ്പോയി അല്ലേ. നമ്മൾ എന്ത് വിളിക്കും, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് വിളിക്കും. ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന സമയം അത്രയും ഭൂമിയുടെ ആക്സിസ് എന്തായിരിക്കും, അതായത് ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും, ഇവിടെയാണെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും കറങ്ങുന്നത്. ഓക്കെ ആണല്ലോ, ചരിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് മറന്നു പോകണ്ട, ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി അങ്ങനെ കറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ഇവിടെ നോക്കിക്കോ, നമ്മുടെ സൂര്യനെ ഭൂമി ചുറ്റി വരുന്ന 4 പൊസിഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ 1 എന്ന് വിളിച്ചു, ഇതിനെ 2 എന്ന് വിളിച്ചു, ഇതിനെ 3 എന്ന് വിളിച്ചു, ഇതിനെ 4 എന്ന് വിളിച്ചു. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 1ാമത്തെ പൊസിഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ സൂര്യനിൽ നിന്നും ഞാൻ ഭൂമിയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആ സ്ട്രെയിറ്റ് ലൈൻ വന്ന് തട്ടുന്നത് കറക്റ്റ് ഭൂമിയുടെ നടുക്കെന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേറ്റർ, ഭൂമിയുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേറ്റർ. ഓർമ്മയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ നേരെ നമ്മൾ ലൈൻ വരച്ചാൽ അതിനെ ഇക്വേറ്റർ എന്ന് വിളിക്കും. മുകളിലത്തെ പാതിയെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴത്തെ പാതിയെ നമ്മൾ എന്ത് വിളിക്കും, സദേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഭൂമി ഇരിക്കുന്നത് ചരിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇക്വേറ്റർ ഇരിക്കുന്നത്. കുറച്ചുകൂടി താഴോട്ട് വരയ്ക്കുക അല്ലേ. എങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്തിരിക്കുന്നത്, ഇക്വേറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിട്ടാണ്, സദേൺ ഹെമിസ്ഫിയർ ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിടി കിട്ടിയോ? അപ്പം ഞാൻ ഈ ഭൂമിയിൽ സൂര്യനിൽ നിന്നൊരു നേർരേഖ ഞാൻ വരച്ചാൽ ആ നേർരേഖ ഒന്ന് തട്ടുന്ന എവിടെയായിരിക്കും, എവിടെയായിരിക്കും, ഈ ലൈൻ ഉണ്ടല്ലോ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇതിൻ്റെ നേരെയായിരിക്കും ഈ ലൈൻ വന്ന് മീറ്റ് ചെയ്യുന്നത്. ഐഡിയ കിട്ടിയോ? ഇത് 1ാമത്തെ പിക്ചർ, ഈ പറയുന്ന പൊസിഷനിൽ നിൽക്കുമ്പോഴുള്ള കുഴപ്പം. ഇനി 2ാമത്തേതിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ 3 പറയാം, എന്നിട്ട് 2, 4 പറയാം, കാരണം 2, 4 സെയിമാണ്. ഇനി 3ാമത്തെ നോക്കിയേ, സൂര്യനിൽ നിന്ന് ഞാൻ ഒരു ലൈൻ ഇങ്ങനെ നേരെ വരച്ചാൽ അത് ചെന്ന് തട്ടുന്ന എവിടെയാണ്, ഇക്വേറ്ററിലാണോ? അല്ല, ഇക്വേറ്ററിന് താഴെയുള്ള ലൈനിൽ, അതിൻ്റെ പേര് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് നമ്മുടെ ഭൂമി, ഇങ്ങനെ വരയ്ക്കുന്ന ലൈനാണല്ലോ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഈ താഴെ വരയ്ക്കുന്ന ലൈനാണല്ലോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്, 23 ഡിഗ്രി സൗത്ത്. അപ്പം ഞാനൊരു നേർരേഖ വരച്ച് അത് പോയി തട്ടുന്ന എവിടെയായിരിക്കും, ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും. എവിടെയായിരിക്കും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇയാളിപ്പോൾ എന്തിനാ പറയുന്നത്, മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് ടെസ്റ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ പറയുന്ന പൊസിഷൻ, ആ പൊസിഷൻ ഒരു പേര് പറഞ്ഞ് വിളിക്കും,
സമ്മർ സോൾസ്റ്റൈസ്. എഴുതിയിരിക്കുന്ന കണ്ടോ ചെറുതായിട്ട്, സമ്മർ സോൾസ്റ്റൈസ്. മൂന്നാമത്തെ പൊസിഷനെ വിളിക്കുന്ന പേര് വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറയും. ജൂൺ മാസം 21, ഡിസംബർ മാസം 22. ജൂൺ മാസം 21, ഡിസംബർ മാസം 22 ഈ പൊസിഷനിൽ വരുന്നത്. ഏത് പൊസിഷനിൽ വരുന്നത്? ഈ പൊസിഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 പൊസിഷനായി. ഇനി 2ലും 4ലും പ്രത്യേകത, നമ്മുടെ ഭൂമിയിൽ നിന്ന്, സൂര്യനിൽ നിന്ന് നമ്മൾ നേർരേഖ വരച്ചാൽ, അത് ചെന്ന് തട്ടുന്നത് എവിടെയായിരിക്കും? നേരെ നമ്മുടെ ഇക്വേറ്ററിലായിരിക്കും. എവിടെയായിരിക്കും? നേരെ നമ്മുടെ ഇക്വേറ്ററിലായിരിക്കും തട്ടുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെയാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നതെങ്കിൽ, സംഭവം ചരിഞ്ഞിട്ടാണെങ്കിലും ഈ വരയ്ക്കുന്ന ലൈൻ നേരെ വന്നിരിക്കുന്നത്, അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ നേരെ ഇരിക്കുന്ന ആർക്ക് നേരെ ആയിരിക്കും? ഇക്വേറ്ററിന് നേരെ ആയിരിക്കും. ആരുടെ നേരെ ആയിരിക്കും? ഇക്വേറ്ററിന് നേരെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതുകൊണ്ടുള്ള വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൂര്യപ്രകാശം വന്ന് വീഴുന്ന ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും. സൂര്യപ്രകാശം വന്ന് വീഴുന്ന ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് ഒന്നാമത്തെ ഞാൻ കാണിച്ച പടം. ഒന്നാമത്തെ പടം സൂര്യനിൽ നിന്ന് വരയ്ക്കുന്ന നേർരേഖ നേരെ വന്ന് തട്ടുന്ന എവിടെയാണോ? അതാ കണ്ടോ, ഈ പോയിന്റിലാണ്. ഈ ലൈനെ അല്ലേ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്? സംശയമില്ല. ഇനി അങ്ങനെ തട്ടുന്നതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ആക്സിസ്, ഭൂമിയുടെ ആക്സിസ് എന്ന് പറയുന്ന ഇതാണ്. കണ്ടോ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, സൂര്യപ്രകാശം ഏതാണ്ട് ഭൂമിയുടെ കറക്റ്റ് പകുതിയിലല്ല വീഴുന്നത്. കണ്ടോ, പകുതി കഴിഞ്ഞ് ഈ ചുവന്ന ലൈനാണ് പകുതി. ഈ ചുവന്ന ലൈനാണ് നമ്മുടെ ഭൂമിയുടെ ആക്സിസ് അല്ലെങ്കിൽ പകുതി എന്ന് പറയുന്നത്. പകുതി കഴിഞ്ഞതാ ഇവിടെ ഇത്രയും ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് സൂര്യപ്രകാശം വന്ന് വീഴുന്നുണ്ട്. മാത്രമല്ല ഇത്രയും ഭാഗത്ത് സൂര്യപ്രകാശം വന്ന് വീഴുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നോക്കടാ, പ്രശ്നം എന്താ? ഇങ്ങനെ പറ്റുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോക്കിയേ, നമ്മുടെ ഈ ലൈൻ കണ്ടോ, ഇതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ മുകളിലത്തെ ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നത്. താഴത്തെ ഭാഗത്തിനാണ് എന്ത് വിളിക്കുന്നത്? സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ സൂര്യപ്രകാശം കൂടുതലും വന്ന് വീഴുന്നത് എവിടെയാണ്? കണ്ടോ, കൂടുതലും വന്ന് വീഴുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തുള്ള പകുതിക്ക് മുകളിൽ സൂര്യപ്രകാശം വീഴുകയല്ലേ. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമല്ലേ സൂര്യപ്രകാശം വന്ന് വീഴുന്നുള്ളൂ. അത് മനസ്സിലായേ? ഇനി നോക്ക്, ഈ മൂന്നാമത്തെ പൊസിഷനിലാണ് ഞാൻ കാണിക്കുന്നത്. മൂന്നാമത്തെ പൊസിഷൻ നോക്കിയേ. സൂര്യനിൽ നിന്ന് ഒരു നേർരേഖ വരച്ചാൽ അത് വന്ന് തട്ടുന്ന എവിടെയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലായിരിക്കും. എവിടെയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലായിരിക്കും. അപ്പോഴും പ്രശ്നമുണ്ട്. നോക്കട്ടെ, അതാ ഈ ലൈനാണ് എന്ത്? ഇക്വേറ്റർ. ഇതിൻ്റെ താഴം സദേൺ ഹെമിസ്ഫിയർ, മുകള് നോർത്തേൺ ഹെമിസ്ഫിയർ. കണ്ടോ, അങ്ങനെ ഇരിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാൽ ഭാഗത്ത് മാത്രമേ ഒരു സമയം സൂര്യപ്രകാശം കിട്ടുകയുള്ളൂ. സദേൺ ഹെമിസ്ഫിയറിൻ്റെ ആണെങ്കിലോ മുക്കാൽ ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടും. ഇനി ഇതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ പറയാം. തൽക്കാലം ഇത്രയൊന്ന് മനസ്സിലാക്ക്. ശരി, ഇനി 2ഉം 4ഉം നോക്കിയേ, എന്താ സംഭവം? 2ഉം 4ഉം സൂര്യപ്രകാശം അല്ലെങ്കിൽ നേരെ വരച്ചാൽ എവിടെ പോയി തട്ടും? ഇക്വേറ്ററിൽ പോയി തട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇക്വേറ്ററിൽ പോയി തട്ടുമ്പോൾ ഇതായിരിക്കുമല്ലോ നമ്മുടെ ആക്സിസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ആക്സിന് ചരിവില്ലേ? ഉണ്ടടാ, നോക്ക്, ഇവിടെ നോക്ക്, ഇക്വേറ്ററിന് നേരെയാണ് വന്ന് വീഴുന്നത്. കണ്ടോ, ഇക്വേറ്റർ കണ്ടോ, ആക്സിസ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നോക്ക്, കറക്റ്റ് പകുതി അല്ലേ? കറക്റ്റ് പകുതി, ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ കറക്റ്റ് പകുതി. അപ്പോൾ ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നത്? ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ എങ്കിൽ കറക്റ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ പകുതി. അതുപോലെ കറക്റ്റ് സദേൺ ഹെമിസ്ഫിയറിൻ്റെ പകുതിയിൽ എന്ത് വരും? സൂര്യപ്രകാശം തുല്യമായിട്ട് വന്ന് വീഴും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരുന്നോട്ടെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. ശ്രദ്ധിച്ചോ. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. നമ്മുടെ ഭൂമി കറങ്ങുന്ന സമയം അത്രയും ഈ ചരിവ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ചരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ടിൽറ്റ്. ഓക്കെ, സിൻസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് തലയിൽ കയറും. നോക്കിയോ, അപ്പോൾ ഭൂമി കറങ്ങുന്ന സമയം അത്രയും ഈ ചരിവ് കണ്ടോ. ഏത് ചരിവ്? ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ ചരിവ്. ഈ ചരിവ് 23 ഡിഗ്രി ചരിവ് എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ദ സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ മൂവ് നോർത്ത്വേർഡ് ആൻഡ് സൗത്ത്വേർഡ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദിസ് അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഇൻ ദ സൺ പൊസിഷൻ ഈസ് കോൾഡ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. എന്തായോ നോക്ക്, ഇതുകൊണ്ട് എന്ത് പറ്റും നോക്കിയേ. ഈ ദിവസം സൂര്യൻ്റെ പൊസിഷൻ ആർക്ക് നേരെ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ. ഈ ദിവസം സൂര്യൻ്റെ പൊസിഷൻ ആർക്ക് നേരെ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെ. അപ്പോൾ ഒരു വർഷം സൂര്യൻ്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ വരും, അടുത്ത് ഇക്വേറ്ററിൻ്റെ നേരെ വരും,
ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ നേരെ വരും, വീണ്ടും ഇക്വേറ്ററിൻ്റെ നേരെ വരും, എന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വിച്ച് മീൻസ് സൂര്യൻ്റെ പൊസിഷൻ ഭൂമിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. ആ ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. ഓക്കെ ആണല്ലോ. നോക്ക്, ദ സൺ പൊസിഷൻ എന്ത് ചെയ്യും? നോർത്തിലോട്ട് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യം ഇത് സൂര്യൻ, ഇത് ഭൂമി, അല്ലെങ്കിൽ ഇത് ഭൂമി, ഇത് സൂര്യൻ. കുറേ ദിവസം സൂര്യൻ്റെ പൊസിഷൻ നേരെ ആർക്ക് നേരെ ആയിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ ആയിരിക്കും. അടുത്ത കുറച്ച് ദിവസം ആർക്ക് നേരെ ആയിരിക്കും? ഇക്വേറ്ററിന് നേരെ ആയിരിക്കും. അതിൻ്റെ അടുത്ത കുറച്ച് ദിവസം നേരെ ആർക്ക് നേരെ ആയിരിക്കും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെ ആയിരിക്കും. അടുത്ത വീണ്ടും ആർക്ക് നേരെയാവും? ഇക്വേറ്ററിന് നേരെയാവും. അപ്പോൾ ഈ പൊസിഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ആ മാറുന്നതിനെ വിളിക്കുന്ന പേര് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്നാണ്. സത്യത്തിൽ സൂര്യൻ മാറുന്നില്ല, നമ്മുടെ ഭൂമിയുടെ ചരിവ് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. എന്താണ്? ദ സൺസ് പൊസിഷൻ മൂവ്സ് നോർത്ത്വേർഡ് ആൻഡ് സൗത്ത്വേർഡ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇടയിലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേര് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സീസണുകൾ. ഇത് കാരണമാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് സീസൺസ് ഉണ്ടാവുന്നത്. സീസൺസ് ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്കിനി ആ ഓരോ പൊസിഷനെ പറ്റി പഠിക്കണം. നോക്കടാ, ഇവിടെ ഞാൻ 2 എന്നും 4 എന്നും എഴുതിയ പൊസിഷൻ ഉണ്ടല്ലോ. ഈ 2ഉം 4ഉം പൊസിഷനിൽ ഭൂമി വരുന്ന ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിനോക്സ്. എന്താണ്? 2ലും 4ലും പ്രത്യേകത ആരാണ്? സൂര്യൻ ആർക്ക് നേരെ ആയിരിക്കും? സൂര്യൻ ഇക്വേറ്ററിൻ്റെ നേരെ, സൂര്യൻ ഇക്വേറ്ററിൻ്റെ നേരെ വരുന്ന ആ 2 ദിവസങ്ങൾ ഏതൊക്കെ ദിവസം? മാർച്ച് മാസത്തിലെ 21-ാം തീയതിയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ 23-ാം തീയതിയും. ഇതാ കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ പടമുണ്ട്. എവിടെ കിടക്കുന്ന പടം? ഇതാട്ടോ, മാർച്ച് മാസത്തിലെ 21-ാം തീയതിയും ഇതാണ്ടോ, മാർച്ച് മാസത്തിൽ 21-ാം തീയതിയും സെപ്റ്റംബർ മാസത്തിൽ 23-ാം തീയതിയും സൂര്യൻ ആർക്ക് നേരെ? ഇക്വേറ്ററിന് നേരെ. ആ വരുന്ന ദിവസങ്ങളെ വിളിക്കുന്ന പേര് ഇക്വിനോക്സ്. ആ വരുന്ന ദിവസങ്ങളെ വിളിക്കുന്ന പേര് ഇക്വിനോക്സ്. പ്രത്യേകത, ആ 2 ദിവസവും നോർത്തേൺ ഹെമീസ്ഫിയറിലും സദേൺ ഹെമീസ്ഫിയറിലും കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് തുല്യം. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ തുല്യമായിട്ടല്ലേ കിട്ടിയേക്കുന്നത്. ഇവിടെയും തുല്യമായിട്ട് കിട്ടും. ഭൂമി കറങ്ങുമ്പോൾ ഡേ നൈറ്റ് മാറി വരും, കുഴപ്പമില്ല. പക്ഷെ കറങ്ങുമ്പോൾ കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് എന്തായിരിക്കും? 2 ഹെമീസ്ഫിയറിലും തുല്യമായിരിക്കുമല്ലോ. എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഡ്യൂറിങ് റെവല്യൂഷൻ ഓൺ 21st മാർച്ച് ആൻഡ് 23rd സെപ്റ്റംബർ സൺ റേസ് ഫോൾ വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. The duration of day and night will be equal on both hemisphere on these days. These days are called equinox. അല്ലെ, അവിടെ ഡേയും നൈറ്റിൻ്റെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, സാർ എന്താ ഈ ഡേയും നൈറ്റും ഈക്വൽ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോ, നിങ്ങൾ ഡിസംബർ മാസം ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം, വൈകിട്ട് ഒരു 6:30 ആകുന്നതിന് മുന്നേ തന്നെ നേരം ഇരുട്ടും. ആണോ? എന്നാൽ മാർച്ച് മാസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്കൊരു 6:45 വരെയൊക്കെ എന്താണ്? സൂര്യപ്രകാശം കിട്ടും. അല്ലെ, സന്ധ്യ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഇരുട്ടുന്നതിൽ വ്യത്യാസം വരും. ആ വ്യത്യാസത്തിനാണ് ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. മാർച്ച് 21-നും സെപ്റ്റംബർ 23 ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അന്നത്തെ ദിവസം കൃത്യം ഈ പറയുന്ന സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്ന സമയത്തിനിടയിൽ കറക്റ്റ് ഒരു 12 മണിക്കൂർ വ്യത്യാസം തന്നെ കാണും. ഈ അഡീഷണൽ ബ്ലോക്കൊന്നും ഉണ്ടാവത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. സോ 21 മാർച്ചിനെ നമ്മൾ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നും 23 സെപ്റ്റംബറിന് നമ്മൾ ഓട്ടംനൽ ഇക്വിനോക്സ് എന്നും പറയും. സ്പ്രിങ്ങിന് മുമ്പുള്ള ഇക്വിനോക്സ്, മറ്റേ ഓട്ടം സീസൺ കഴിഞ്ഞിട്ടുള്ള ഇക്വിനോക്സ്. സെറ്റാണ്? ഓക്കെ ആണല്ലോ. ഇനി 1ാമത്തെ പൊസിഷനെ ഒന്ന് നോക്കുക. ഈ ദിവസത്തെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ്. ദിവസത്തെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ്. സൂര്യൻ ആർക്ക് നേരെ ആയിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ നേരെ ആയിരിക്കും. കണ്ടോ, സൂര്യൻ ആർക്ക് നേരെ ആയിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ നേരെ ആയിരിക്കും. ഏത് ദിവസം? ജൂൺ മാസത്തിലെ 21-ാം തീയതി. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കടാ, ഇതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, ഇതാണ് പ്രത്യേകത. നോക്കുക, സൂര്യൻ ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ വരുന്ന സമയത്ത് നോർത്തേൺ ഹെമീസ്ഫിയറിൽ സൂര്യപ്രകാശം കൂടുതലായി കിട്ടുന്നു. ആണോ? ആണ്. സദേൺ ഹെമീസ്ഫിയറിൽ സൂര്യപ്രകാശം കുറവായിട്ടേ കിട്ടുന്നുള്ളൂ. ആണോ? ആണ്. അപ്പോൾ എന്തായിരിക്കും? നോർത്തേൺ ഹെമീസ്ഫിയറിൽ
ഡേ ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. സെറ്റാണ്. അപ്പോൾ നോക്ക്, സമ്മർ സോൾസ്റ്റൈസ് അഥവാ ജൂൺ മാസം 21-ാം തീയതി സൂര്യൻ ആർക്ക് നേരെയായിരിക്കും? നോക്കിയേ, സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ നോർത്ത് ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം 21 മാർച്ച് ടു 21 ജൂൺ. അല്ലേ, 21 മാർച്ചിന് എവിടെ നിൽക്കുകയാണ് സൂര്യൻ? 21 മാർച്ചിന് സൂര്യൻ എവിടെ നിൽക്കുകയാണ്? ഇവിടെ നിൽക്കുകയാണ് അല്ലേ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 21 ആയപ്പോൾ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തിയ ഈ ജൂൺ 21-ാം തീയതി നമ്മൾ നോക്കിയപ്പോൾ സൂര്യൻ ആർക്ക് നേരെയാണ് ഇരിക്കുന്നത്? സൂര്യൻ ഇരിക്കുന്ന ആർക്ക് നേരെയാണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയാണ് ഇരിക്കുന്നത്. ഈ ദിവസത്തെ പ്രത്യേകത എന്താ? നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ദ ലോങ്ങസ്റ്റ് ഡേ. എന്തുകൊണ്ടാണ് ലോങ്ങസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കടാ. ഈ ലൈൻ ശ്രദ്ധിക്കും, ഈ ലൈൻ ഇതാണ് നമ്മുടെ ആക്സിസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഇവിടെ ഡേ ആയിരിക്കുമ്പോൾ ഇവിടെ മൊത്തം എന്താകണം? നൈറ്റ് ആകണമെന്നാണ് രീതി. പക്ഷേ ഈ പറയുന്ന ചരിവുള്ളത് കൊണ്ട് എന്ത് പറ്റും? നൈറ്റ് ആകേണ്ട കുറച്ച് സ്ഥലത്തും കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? നൈറ്റ് ആകേണ്ട കുറച്ച് സ്ഥലത്തു കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡേ ടൈം കൂടുതലല്ലേ? ഡേ ടൈം എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. നമുക്കും ഈ പറയുന്ന 6:30-ക്ക് ശേഷം കുറച്ച് സമയം കൂടി സൂര്യപ്രകാശം കിട്ടും. സോ നൈറ്റ് എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഈ സ്ഥലം ഇപ്പോൾ എന്താ സാറേ, ഇത് ചുറ്റി വരുമ്പോൾ ഇവിടെ ഫുൾ ടൈം സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ, തോന്നുന്നില്ലേടാ? ഈ ഒരു ഭാഗം ശ്രദ്ധിക്കടാ. ഇവിടെ എന്തായിരിക്കും അല്ലേ? ഈ പറയുന്ന ഇങ്ങനെയാണല്ലോ ഭൂമി ചുറ്റുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ ടൈം സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കൂലേ? കിട്ടും. നിങ്ങൾ പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്ന SK പൊറ്റക്കാടിൻ്റെ ഒരു പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു വഴിയില്ല നിങ്ങൾ കേൾക്കാൻ. നേരെ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് നോർവേ മിഡ് നൈറ്റ് സൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാതിരാത്രിയും നമുക്ക് ആ സ്ഥലത്ത് ആരെ കാണാൻ പറ്റും? സൂര്യനെ കാണാൻ പറ്റും. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്ക്, കാണാം. കാരണം അവിടെ രാത്രിയും നമുക്ക് എന്താണ് 6 മാസം ഈ പറയുന്ന സൂര്യൻ ഈ കറങ്ങി വരുമല്ലോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് തിരിച്ച് ഇക്വേറ്ററിൽ പോയി സദേൺ ഹെമിസ്ഫിയറിൽ പോകുന്നത് വരെയുള്ള 6 മാസവും ഇവിടെ ഫുൾ ടൈം എന്തായിരിക്കും? സൂര്യനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉച്ചയിലടിക്കുന്ന പോലെ അല്ല, ഒരു അപ്പുറത്ത് ദൂരെയായിട്ട് നമ്മൾ ഒരു ദൂരെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും? സൂര്യനെ കാണാൻ പറ്റും. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്ക്, കിട്ടും. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ പറയുന്നത് ഫ്രം മാർച്ച് ടു സെപ്റ്റംബർ, മാർച്ച് ടു സെപ്റ്റംബർ വരെ ഏതാണ്ട് 6 മാസം സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സൂര്യൻ എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെ പടം വരച്ചതിൽ ഇവിടെ ഈ പറയുന്ന സമയം തൊട്ട് ഇവിടെ വരുന്നത് തൊട്ട് ഇവിടെ വരുന്നത് വരെ ഇത്രയുമുള്ള 6 മാസം സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. കാരണം ഇക്വേറ്റർ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുകളിൽ അടുത്ത് വീണ്ടും ഇക്വേറ്റർ. അപ്പം മൊത്തം നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ മുകളിലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ 6 മാസവും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ സൂര്യപ്രകാശം കിട്ടും. ഓക്കെ, ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു ടേബിൾ തന്നേക്കുകയാണേ, നോക്കിക്കോടാം. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. നോക്കൂ, സമ്മർ സോൾസ്റ്റൈസിൻ്റെ ദിവസം ജൂൺ 21-ാം തീയതിയാണ്. 90 ഡിഗ്രി നോർത്തിൽ ലെങ്ത് ഓഫ് ഡേ നോക്കുകയാണ്. ഇതാണ് ഈ പിക്ചറാണ് ഇതിൻ്റെ കാണിക്കുന്നത്, സമ്മർ സോൾസ്റ്റൈസിനെ കാണിക്കുന്നത്. ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ആണല്ലോ 90 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത്. അവിടെ നോക്ക്, ഡേ ടൈം ലെങ്ത് ഓഫ് ദ ഡേ 24 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ അവിടെ സൂര്യൻ അസ്തമിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഫുൾ ടൈം ഈ സൂര്യപ്രകാശം വീണുകൊണ്ടിരിക്കുകയാണ്. ഭൂമി കറങ്ങി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. 66 ഡിഗ്രി നോർത്ത് എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് വരും? ഈ ഒരു സ്ഥലം വരും. ഈ ഒരു സ്ഥലം. ഇവിടെയും ഫുൾ ടൈം എന്താണ്? ഡേ ടൈമാണ്. അവിടെ 24 മണിക്കൂറും ഡേ കിട്ടും. ഓക്കെ, അടുത്ത് 23 ഡിഗ്രി നോർത്തിൽ 13 മണിക്കൂർ കിട്ടും. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടം വരെ ഉണ്ട്. കുറച്ച് എക്സ്ട്രായും കൂടി ചേർത്ത് 12 മണിക്കൂർ ഡേ കിട്ടേണ്ടതിന് വരും 13 മണിക്കൂർ കിട്ടും. ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കൃത്യം 12 മണിക്കൂർ തന്നെ കിട്ടും. 23 ഡിഗ്രി സൗത്ത് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഡേ ടൈം 12 കിട്ടണം, പക്ഷേ 10 മണിക്കൂറേ കിട്ടുള്ളൂ. ഡേ ടൈം കുറയും. കാരണം എന്താ നോക്ക്, കണ്ടോ, ഇത്രയും ഭാഗത്തും കൂടെ സൂര്യപ്രകാശം കിട്ടേണ്ടതാണ്. ഞാൻ ഈ ട്രയാങ്കിൾ മാർക്ക് ചെയ്യുന്നിടത്ത് അവിടെ നമുക്ക് ഈ പൊസിഷൻ കാരണം കിട്ടുന്നില്ല. അപ്പോൾ ഡേ ടൈം കുറവായിരിക്കും. 66 ഡിഗ്രി സൗത്തിലും 90 ഡിഗ്രി സൗത്തിലും എന്ന് വെച്ചാൽ ഇവിടെയും നമുക്ക് എന്താണ് 6 മാസം സൂര്യനെ കാണാനേ പറ്റത്തില്ല. ചെറിയൊരു പ്രകാശം വരും ആകാശത്ത്, സൂര്യനെ കാണുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ടൈം പാതിരാത്രി എന്നല്ല,
സൂര്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നേരാവണ്ണം കാണാനായിട്ട് പറ്റത്തില്ല. ചെറിയൊരു പ്രകാശം മാത്രമേ കിട്ടുള്ളൂ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ ടേബിൾ ഇനി നിങ്ങളുടെ മനസ്സിലിരിക്കുമല്ലോ, ഇത് ഞാൻ വെറുതെ പറഞ്ഞാൽ കിട്ടുമോ? ഈ ഒരു പടമൊക്കെ വെച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോടാ? പറ്റുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിൻ്റർ സോൾസ്റ്റേസിൽ പോവാം. അപ്പോൾ സൂര്യൻ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? സൂര്യൻ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? ദേ ഇവിടെ നിൽക്കുകയാണ് അല്ലേ? സൂര്യൻ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? ദേ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സൂര്യൻ 3 മാസം കൊണ്ട് ഇവിടെ എത്തും. അടുത്ത 3 മാസം കൊണ്ട് ദേ ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ പ്രത്യേകത എന്താ? സൂര്യൻ ആർക്ക് നേരെ? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെ അല്ലേ? സൂര്യൻ ആർക്ക് നേരെ? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെ. ഏത് ദിവസം? ഡിസംബർ 22-ാം തീയതി. ഓക്കെ, ഡിസംബർ 22-ാം തീയതി എന്തായിരിക്കും? ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഡ്യൂറിംഗ് ദ പീരീഡ് ഫ്രം 23rd September to 22nd December. As a result of this, on 22nd December, the southern hemisphere experiences the longest day and shortest night. ഇപ്പോൾ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്. ഇതാ ഇവിടോട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് കണ്ടോ? ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന ആർക്ക് നേരെയാണ്? സൂര്യൻ നിൽക്കുന്ന ആർക്ക് നേരെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ? ഇതാണ് സദേൺ ഹെമിസ്ഫിയർ. ഇത്രയും ഭാഗം വരണം. അതിൻ്റെ മുക്കാൽ ഭാഗത്തും കണ്ടോ? അതിൻ്റെ മുക്കാൽ ഭാഗത്തും ഇപ്പോൾ ഒരേ സമയം എന്ത് കിട്ടുന്നുണ്ട്? സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്ത് ഒറ്റേ സമയം കിട്ടുന്നുണ്ട്. സോ ഡേ ടൈം കൂടുതലായിരിക്കും, നൈറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അതിനെ വിളിക്കുന്ന പേര് വിൻ്റർ സോൾസ്റ്റൈസ്. എന്താണ് വിൻ്റർ സോൾസ്റ്റൈസ്? ഈ പറയുന്ന 6 മാസവും നമുക്കിതാ ഈ പറയുന്ന സൗത്ത് സൈഡിൻ്റെ ഭാഗത്ത് സൂര്യനെ കാണാൻ പറ്റും. അന്ന് നോർത്തിൽ പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ എന്താണ്? സൗത്തിൽ നമുക്ക് സൂര്യനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നോർത്തേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 6 മാസവും ഡാർക്കിലായിരിക്കും. എന്താ ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പോഴും 6 മാസം എന്തായിരിക്കും? ഡാർക്കിൽ ആയിരിക്കും. ഡേ നോക്കിയേ, ഈ ഡിസംബർ 22-ാം തീയതിയുള്ള കാര്യമാണ് നോക്കുന്നത്. 90 ഡിഗ്രി നോർത്ത് എടുക്കുകയാണ്. ഇതാണല്ലോ 90 ഡിഗ്രി നോർത്ത്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്തായിരിക്കും? രാത്രിയായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഡേ ഇല്ല. 66 അരയിലെത്തുമ്പോഴും മാറ്റമൊന്നുമില്ല. ഇവിടെ 66 അര, അവിടെയും എന്താണ്? ഫുൾ ടൈം രാത്രിയാണ്. 23 നോർത്ത് എന്ന് പറയുമ്പോൾ ഈ ലൈനാണ്. പക്ഷേ എന്താണ് കണ്ടോ? ഇത്രയും ഭാഗത്ത് മാത്രമേ ഒരേ സമയം സൂര്യപ്രകാശം കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താ? 12 മണിക്കൂർ നമുക്ക് കിട്ടത്തില്ല, 10 മണിക്കൂർ മാത്രമേ സൺലൈറ്റ് കിട്ടുകയുള്ളൂ. 0 ഡിഗ്രിയിൽ എപ്പോഴും 12 മണിക്കൂറായിരിക്കും, അത് മാറ്റമില്ല. 23 ഡിഗ്രി സൗത്തിൽ കണ്ടോ 12-ന് പകരം 13 മണിക്കൂർ കിട്ടും. ഇവിടെ നമുക്ക് കണ്ടോ ഇത്രയും ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് 13 മണിക്കൂർ ഡേ ടൈം കിട്ടും. 66-ലും 90-ലും, അതായത് എവിടെയൊക്കെ? ഇവിടെയും ഇവിടെയും ഈ 2 ഭാഗത്തും ഫുൾ ടൈം സൂര്യപ്രകാശം കിട്ടുകയാണ്. അപ്പോൾ 24 മണിക്കൂറും ഡേ ആയിരിക്കും. ഇതാണ് വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നു. സെറ്റാണ്, ഓക്കെ ആണ്. അപ്പോൾ ഇതാണ് വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാതെ വിട്ടിട്ടൊന്നുമില്ല, നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഉത്തരായനം എന്നാൽ എന്താണ്? ദക്ഷിണായനം എന്നാൽ എന്താണ്? ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക. നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്തര ധ്രുവം അല്ലെ? ഉത്തര ധ്രുവം. സദേൺ ഹെമിസ്ഫിയർ വിളിക്കുന്ന പേരാണെന്ത്? ദക്ഷിണ ധ്രുവം ആണല്ലോ. ഈ ദായാണോ ധ്രുവത്തിൻ്റെത് അതോ ഈ ദായാണോ ധ്രുവത്തിൻ്റെ? എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ഇതാണോ ഈ ഞാൻ മറിച്ചിട്ട ദായാണോ ധ്രുവം? ധ്രുവം സിനിമയുടെ ദാ ഇതല്ലേ? അപ്പോൾ ഇതായിരിക്കും അല്ലേ ധ്രുവം എന്ന് പറയുന്നത്. ശരി, അപ്പോൾ പറഞ്ഞേ എന്താണ് ഉത്തരായനം ദക്ഷിണായനം? ഒന്നുമില്ല, സിമ്പിളാണ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ ഇതാണ് സൂര്യൻ. ഓക്കെ, ഇതാണ് സൂര്യൻ. ഇത് ഭൂമി, ഇത് ഭൂമി, ഇത് ഭൂമി, ഇത് ഭൂമി. ശ്രദ്ധിച്ചോ, ഇവിടെ സൂര്യൻ ആർക്ക് നേരെ? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെ. ഇവിടെ സൂര്യൻ ആർക്ക് നേരെ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂര്യൻ്റെ പൊസിഷൻ എങ്ങോട്ട് പോകും? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയർ ആണെന്നുള്ള അറിയാമല്ലോ. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണ് അല്ലേ? മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സൂര്യൻ ആർക്ക് നേരെയാവും? ഇക്വേറ്ററിന് നേരെയാവും. അടുത്ത് ഇവിടുന്ന് മൂവ് ചെയ്ത് എവിടെയാവും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തും. ഇവിടുന്ന് മൂവ് ചെയ്ത് വീണ്ടും ഇക്വേറ്ററിലെത്തും. ഇവിടുന്ന് മൂവ് ചെയ്ത് വീണ്ടും എവിടെ എത്തും? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലെത്തും. ഇത്രയും ഓർമ്മയുണ്ടല്ലോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഫോളോയിങ് ദ വിൻ്റർ സോൾസ്റ്റൈസ്. ഇതാണ് വിൻ്റർ സോൾസ്റ്റൈസ്. എന്ത് പറ്റും? ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ to tropic of Cancer is known as apparent movement of the sun towards the north is called ഉത്തരായനം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, നോക്കടാ. ഈ പറയുന്ന വിൻ്റർ സോൾസ്റ്റൈസ് കഴിഞ്ഞിട്ട് സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് പോവുകയാണ്? നോർത്തിലോട്ട് പോവുകയാണ്.
ഉത്തരത്തിലോട്ട് പോവുകയാണ്, ഉത്തര ധ്രുവത്തിലോട്ട് പോവുകയാണ്. ആണോ അല്ലേ? ഇപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ ഇരിക്കുകയാണ്. ഈ ഡിസംബർ 22 കഴിയുമ്പോൾ മുകളിലോട്ട് പോയി തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഡിസംബർ 22 തൊട്ട് കറങ്ങി ഈ പറയുന്ന ജൂൺ 21 വരെയുള്ള ദിവസങ്ങൾ സൂര്യൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ടല്ലേ, അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉത്തരായനം എന്ന് പറയുന്നത്. ദ അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് കോൾഡ് ഉത്തരായനം. അടുത്ത് ഈ പറയുന്ന സമ്മർ സോൾസ്റ്റൈസ് തൊട്ട് നേരെ അടുത്ത 6 മാസം കൊണ്ട് കറങ്ങി സൂര്യൻ എവിടെ എത്തുകയാണ്? ദക്ഷിണ ധ്രുവത്തിൽ എത്തുകയല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ദക്ഷിണായനം. അതായത് ദ അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ അല്ലെങ്കിൽ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ദക്ഷിണായനം. അപ്പോൾ ഒന്നും കൂടെ, ഡിസംബർ 22 കഴിയുമ്പോഴത്തേക്കും സൂര്യൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേര്, ഈ അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സണ്ണിനെ വിളിക്കുന്ന പേര് ഉത്തരായനം. അടുത്ത് ദ ഷിഫ്റ്റ് ഇൻ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ആഫ്റ്റർ ദ സമ്മർ സോൾസ്റ്റൈസ്. 21 സമ്മർ സോൾസ്റ്റൈസ് കഴിഞ്ഞിട്ട് അടുത്ത് എങ്ങോട്ട് പോകും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ട് പോകും. ഇതിനെ വിളിക്കുന്ന പേര് ദക്ഷിണായനം. സെറ്റ്. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉത്തരായനം, ദക്ഷിണായനവും സൂര്യൻ്റെ അപ്പാരന്റ് മൂവ്മെൻറ്റ്, ഇക്വിനോക്സ് എന്നൊക്കെ പറയുന്നത്. ഈ ടേബിൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? സീസണുകളെ പറ്റി പഠിക്കാൻ പോകുന്നു. 4 സീസണുകളുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.